ഈ ഫീൽഡിൽ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഒന്നും തരങ്ങളെ ഉടകളോട് ചോദിച്ചു ഒന്നും തരാത്ത സദസ്സൊന്നും ഞാൻ പോയിട്ടുണ്ട്. ഒരു വേദനയും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എനിക്ക് ജീവിക്കാനുള്ള ചെറിയ മാർഗങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ചെയ്തത്. ഞാൻ സിറാജിൽ 50 പൈസ ഇന്നുവരെ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു ഒരു ജീവിതത്തിൽ ഒരു മുടക്കവും തന്നിട്ടില്ല. നമുക്ക് ജീവിച്ചാൽ പോരെ. അള്ളാഹിന്റെ ഖജനാവിൽ എത്ര ഉണ്ട്? ഈ ചിന്താഗതി നമുക്കുണ്ടെ അള്ളാഹു തരൂന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഓർമ്മ വന്നപ്പോ പറഞ്ഞതാ. മുതഅല്ലിമീങ്ങൾ ഉണ്ടാവും, ഉറുദി പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല. അങ്ങനെ ആകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. കിട്ടേണ്ടത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എപ്പോഴും അള്ളാഹിന്റെ ഖജനാവിൽ നിന്നാകണം. അള്ളാഹ് എവിടെയും നമ്മളെ പരാജയപ്പെടുത്തൂല. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ ഉസ്താദ് നേരം വൈകി വന്നതിന് അത് പറയുമ്പോഴായത് പറഞ്ഞത്, വണ്ടീന്റെ പൈസയും കൊടുക്കാതെ. അങ്ങനെ ഞാൻ കുറെ സ്ഥലത്തുനിന്ന് പോയിട്ടുണ്ട് കേട്ടോ. നേരം വൈകിയ വകയിലല്ല, അല്ലാതെ തന്നെ വണ്ടീന്റെ പൈസ ഞാൻ സ്വന്തം വണ്ടി ഇല്ലാത്ത കാലത്ത് വാടക കുളിച്ചു പോയിട്ട് തന്നെ വാടക ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, വയതിന് പോയാൽ അവിടെ നേരം വൈകിയതിന്റെ കാരണം ചോദിക്കുമ്പോ അള്ളാന്റെ കള എന്ന് പറഞ്ഞാൽ സംഘാടകർ അംഗീകരിക്കോ? സംഘാടകർ അംഗീകരിക്കോ? നിങ്ങൾ അംഗീകരിക്കോ? സംഘാടകരാണ്, നിങ്ങൾ അംഗീകരിക്കോ? അള്ള കണക്കാക്കിയതുകൊണ്ട് മൊയിലേരെ കണക്കാക്കിയിട്ട് നേരത്തെ നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങൾ എത്തുമായിരുന്നു എന്ന് പറയും. അതിന് കണക്കായി നിങ്ങൾ നേരത്തെ ഇറങ്ങിയെങ്കിൽ നിങ്ങൾ എത്തുമായിരുന്നു നിങ്ങൾ പറയും, എല്ലാരും പറയും അല്ലേ? അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളാ തെരഞ്ഞെടുക്കണ്ടേ. എനിക്ക് തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ അള്ളാഹു തരും. ഒരു കാര്യം ചെയ്യുമ്പോ അല്ലെ, നിങ്ങൾ ഇപ്പൊ ഈ സദസ്സിൽ നിന്ന് എല്ലാവരും എണീറ്റിക്ക് ഞാൻ പറഞ്ഞാല് എഴുന്നേറ്റിക്കാൻ കഴിയുന്നവർക്ക് എണീറ്റിക്കുമായിരിക്കും അല്ലെ? എണീറ്റിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും എണീറ്റിക്കും. ഒരു ഞാൻ എണീറ്റുന്നില്ല. എന്താ എണീറ്റിക്കാത്തത്? ഓൻ തീരുമാനിച്ചിട്ടില്ല. ഓൻ അവിടെ എതിരിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ എണീറ്റുന്നില്ല. ഇപ്പൊ ആരും ചെയ്തു എന്നൊന്നല്ല, ആരും എണീറ്റിക്കാൻ വേണ്ട, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എണീറ്റ് നിൽക്കണം എന്ന് അവൻ തീരുമാനിച്ചാൽ അവൻ എണീറ്റിക്കാൻ കഴിയൂലേ? അപ്പൊ എല്ലാവർക്കും അള്ളാഹു സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇഖ്തിയാർ ചെയ്യാന്ന് പറയും അറബിയിൽ. നിനക്ക് എന്തും ചെയ്യാൻ അള്ളാഹു ഓപ്ഷൻ തരും. നിനക്ക് നന്നാണോ? ഇന്നിപ്പോ നന്നായിക്കൂടെ? ഈ സദസ്സും ഒരാൾക്ക് നന്നാകാൻ തീരുമാനിച്ചാൽ നന്നായിക്കൂടെ? നന്നാകാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. നമ്മൾ നന്നാകുന്നുണ്ടോ ഇല്ലയോ അത് നമ്മളെ മോശമാണ്. അപ്പൊ അള്ളാഹു നേരത്തെ കണക്കാക്കിയില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ നന്നാകാത്തത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. എന്നാ അതും കൂടി ഞാൻ ക്ലിയർ ആക്കി തരാം. ശരിക്കും ശ്രദ്ധിക്കണേ, ശരിക്കും മനസ്സിലാക്കണം. ഇത് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഓർമ്മ വന്നപ്പോ പറയാം, ചില ആളുകൾക്ക് ചിലപ്പോൾ ഖദറിൽ ഭയങ്കര സംശയമാണ്. അത് തീർന്നു പോകണം ഇതോടുകൂടെ. ചില ആളുകൾക്ക് ചിലപ്പോൾ തോന്നും അങ്ങനെ, അത് ശരിയാണല്ലോ, നേരത്തെ അള്ള കണക്കാക്കിയത് കൊണ്ടല്ലേ. അതല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഏത് കാര്യവും നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നമ്മൾ അത് സെലക്ട് ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അപ്പൊ പിന്നെ അള്ള കണക്കാക്കിയത് കൊണ്ടായിരിക്കൂലേ സെലക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നൊരു ചോദ്യം ചിലപ്പോൾ ബാക്കി ഉണ്ടാവും. ആ കറയും കൂടി നീക്കി തരാം. ശരിക്കും മനസ്സിലാക്കിയാൽ മനസ്സിലാവും. പറയാമെന്ന് വിചാരിച്ചാൽ പറയാതെ നിർത്താൻ പറ്റൂല. ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങനെ നേരത്തെ ഒരാൾക്ക് അറിയാം എന്നതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാതെ പറ്റുമോ? ഞാൻ നേരത്തെ വൈകി വരും, നിങ്ങൾ എന്നെ പറ്റി ധരിച്ചിട്ടുണ്ട്, എന്ത് ഞാൻ എന്തായാലും വൈകിട്ടേ വരുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നേരം വൈകിയെന്ന് നിങ്ങൾ അംഗീകരിക്കോ? നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാം, ഞാൻ നേരം വൈകിട്ടേ ഈ സദസ്സിലേക്ക് വരുള്ളൂ. ശരിക്കും മനസ്സിലാക്കണേ, ഈ സദസ്സിൽ ഇങ്ങനെ പറഞ്ഞാൽ വേദന തീരെ മൂടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പറഞ്ഞത് കൊണ്ട് പറയാതിരുന്നില്ലെങ്കിൽ ചില ആളുകൾക്ക് സംശയം പോകും. നേരത്തെ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്തായാലും വൈകിട്ടേ വരൂ, അങ്ങനെ മനസ്സിലാക്കിക്കോളൂ. അപ്പൊ ഞാനിവിടെ വന്നപ്പോ ഇയാൾ എന്നോട് നിങ്ങൾ എന്താ നേരം വൈകി? നിങ്ങൾക്ക് നേരത്തെ അറിയില്ലേ ഞാൻ വൈകിട്ടേ വരും, അതുകൊണ്ടാണ് ഞാൻ നേരം വൈകി വന്നത്. നിങ്ങൾ അംഗീകരിക്കുമോ? എനക്ക് അറിയട്ടെ അറിയാതിരിക്കട്ടെ, നിങ്ങൾക്ക് നേരത്തെ വരാനുള്ള പണിയെടുത്തൂടായിരുന്നോ നിങ്ങൾ ചോദിക്കൂലേ? അത് തന്നെയാണ് അള്ളാഹുക്കും ചോദിക്കാനുള്ളത്. എനിക്കും നിനക്കും അവസരം അള്ളാഹു തന്നിട്ടുണ്ട്. നേരത്തെ ഇറങ്ങാനും അവസരം തന്നിട്ടുണ്ട്, ചെയ്യാനും അവസരം തന്നിട്ടുണ്ട്, എല്ലാറ്റിനും അവസരം തന്നിട്ടുണ്ട്. ഹറാം ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട്, സന്തോഷം അത് ഹലാൽ ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട്, ഫർള് ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ട്. അവിടെ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ നിനക്ക് തന്നിട്ടുണ്ട്. അത് അള്ളാഹ്ക്ക് അറിയില്ലേ? അള്ളാഹ്ക്ക് അറിയട്ടെ അറിയാതിരിക്കട്ടെ, നീ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ? അവിടെയാണ് അള്ളാഹുവിന്റെ ചോദ്യം. അപ്പൊ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ചൊരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ ഹിദായത്തിന്റെ വഴിയെ മുറുകെ പിടിക്കുന്നവൻ ജീവിതത്തിൽ അവന് പരാജയം സംഭവിക്കൂല. അഞ്ചാമത്തത് ഖുർആൻ ഓതിയിട്ട് പഠിപ്പിക്കുന്നു, വലാ യജ്തമിഉ ശഖാവ, പരാജയം സംഭവിക്കൂല മാ ഖശിയത്തില്ലാ. അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരടിമക്ക് ജീവിതത്തിൽ പരാജയം സംഭവിക്കൂല. എവിടെ സംഭവിക്കൂല? ആഖിറത്തിലാണോ? അല്ല ദുനിയാവിലും സംഭവിക്കൂല. ആഖിറത്തിലും
സംഭവിക്കൂല, രണ്ടിടത്തും സംഭവിക്കൂല. അതിനെന്ത് വേണമെന്നാ പറഞ്ഞത്? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ജീവിതം വേണം. ആറാമത്തത് ഖുർആൻ ഓതിയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. വലാ യജ്തമിഉ ശഖാവ, പരാജയം സംഭവിക്കൂല. തഖ്വയുള്ള ഹൃദയമുണ്ടോ? അല്ലാഹുവിനെ ഭയപ്പെട്ട് റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു ഹൃദയം ഒരു മനുഷ്യന്റെ കയ്യിലുണ്ടോ? അവന്റെ ജീവിതത്തിലും പരാജയം സംഭവിക്കൂല. അതിനെന്ത് വേണമെന്നാ പറഞ്ഞത്? അതിനെന്ത് വേണമെന്നാ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്? അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ഹൃദയം വേണം. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഹൃദയം വേണം. അത് എവിടെയാണെങ്കിലും വേണം. നിങ്ങൾ കേട്ടില്ലേ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേരക്കുട്ടി കഅബത്തിന്റെ ഉള്ളിൽ നിന്ന് ഇബാദത്ത് ചെയ്യുമ്പോൾ അവിടേക്ക് കയറി ചൊല്ലുന്ന അബ്ദുൽ മലിക് എന്ന ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയോട് കഅബത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് പറയുന്ന, സൽനി യാ സാലിം ഇബ്നു ഖത്താബ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എന്നോട് ചോദിച്ചോ. മഹാനായ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി സാലിം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ കഅബത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന മഹാനവറുകളെ മറുപടി, ഞാനിവിടെ വന്നത് നിങ്ങളോട് ചോദിക്കാനല്ല, എന്ന് പഠിപ്പിച്ചൊരു റബ്ബുണ്ടല്ലോ, ആ റബ്ബിനോട് ചോദിക്കാനാണ്. അവന് തരാൻ കഴിയാത്തതായി ഒന്നുമില്ലല്ലോ. എന്റെ ചോദ്യം അവനോടാണ്. മഹാനായ സാലിം ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബത്തിന്റെ ഉള്ളിൽ നിന്ന് ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിനോട് ഈ മറുപടിയാ കൊടുത്തത്. അങ്ങനെ കഅബത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഭരണാധികാരി പുറത്ത് കാത്തു നിന്നു. വലിയ ഇജാബത്തുള്ള മഹാനാണ് സാലിം റളിയല്ലാഹു അൻഹു. അവിടുന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കിട്ടിയാൽ എനിക്കതുകൊണ്ട് രക്ഷപ്പെടാമായിരുന്നല്ലോ. അങ്ങനെയാണ് നമ്മളെ മുൻഗാമികളൊക്കെ ചിന്തിച്ചിരുന്നത്. മഹാന്മാര് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടുമായിരുന്നു എന്നാണ്. എന്തെങ്കിലും ഒന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ എന്നായിരുന്നു. കാരണം അവരെ നാവ് കൊണ്ട് ചോദിച്ചു കിട്ടിയാൽ അവരെ ഒരു ദുആ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് വീട്ടിന്റെ പുറത്ത് വെച്ച് സലാം പറഞ്ഞു. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സലാം കേട്ട സഹാബി ശബ്ദത്തിൽ സലാം മടക്കിയില്ല. വഅലൈക്കും സലാം എന്ന് പതുക്കെ മടക്കി. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സലാം പറഞ്ഞു. ഉറക്കെ മടക്കിയില്ല, പതുക്കെ സലാം മടക്കി. മൂന്നാമത് വീണ്ടും വീട്ടിന്റെ പുറത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കെ സലാം പറഞ്ഞപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പതുക്കെ സലാം മടക്കി. എന്താ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്നറിയോ? മുഅ്ജിസത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസത്ത് മുഖേന ഇതെന്താണ് പരിപാടി എന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു പോകാന്ന് ചിന്തിച്ചില്ല. ഫറജഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടുന്ന്? സ്വന്തം പ്രിയപ്പെട്ട ശിഷ്യന്റെ വീട്ടിൽ വന്നിട്ട് സലാം പറഞ്ഞപ്പോ മടക്കാതെ ഇരുന്നപ്പോ 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ട് തിരിച്ചു പോയി എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലുണ്ടോന്നറിയില്ല. ഇപ്പൊ ചില ആളുകളുണ്ട് അയൽപ്പക്കത്തെ വീട്ടിലേക്ക് കയറി ചെല്ലും ആമിനാന്ന് വിളിച്ച് നേരെ പുരുഷനെ അടുക്കളയിലേക്കാം. ഇവിടെയൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ആമിനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ അയാളായിരിക്കും ഇയാളായിരിക്കും ഈ ആമിനായിരിക്കും എന്ന് ആരെ പറ്റിയും വിചാരിക്കുന്നുണ്ടോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ അല്ലേ. പോക്കർ നേരെ കയറി ചെല്ലിയാണ് അബൂബക്കർ. എവിടെ? നേരെ അടുക്കളയിലേക്ക്. എന്റെ അയൽവാസിയാന്നല്ല അഡ്രസ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ശിഷ്യന്റെ വീട്ടിൽ വന്നിട്ട് അന്ന് ബെല്ലടിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടില്ല, ആദ്യം തന്നെ സലാം പറയല. സലാം പറഞ്ഞിട്ട് മടക്കാതിരുന്നപ്പോ വീണ്ടും സലാം പറഞ്ഞു. മടക്കുന്നത് കേട്ടാതിരുന്നപ്പോ വീണ്ടും സലാം പറഞ്ഞു. ഹദീസിൽ കാണാം ഫറജഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കാതിരുന്നപ്പോ തിരിച്ചുപോയി. ഇതൊരു മുസ്ലിമിന് ഉണ്ടാകേണ്ട സ്വഭാവമാണ്. ഒരിക്കലും നമ്മൾ മറ്റൊരാളെ വീട്ടിൽ എന്നല്ല, സ്വന്തം ബാപ്പാന്റെ റൂമിൽ പോലും വാതിൽ മുട്ടിയിട്ടല്ലാതെ കയറരുത്. സ്വന്തം മക്കളുടെ റൂമിൽ ബാപ്പ കയറുകയാണെങ്കിലും വാതിൽ മുട്ടിയിട്ടേ കയറാവൂ. ഞാൻ പോനല്ലേ, ഞാൻ ബാപ്പയല്ലേ, നിങ്ങൾ എന്തോ അഡ്രസ് പറഞ്ഞോളി. വേറൊരാളെ റൂമിൽ കയറുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ
ബെല്ലടിച്ച് അവരോട് കയറുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താതെ വാതിൽ തുറക്കരുത്. മൊയ്ലിയാരെ, എന്റെ മോനെ എനിക്ക് തുറന്നു നോക്കിക്കൂടെ? തുറന്നു നോക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അവൻ അറിയണം. നമ്മൾ വല്ലാതെ സംശയിക്കുന്ന സ്വഭാവക്കാരാകരുത്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ അവർക്ക് എന്തോ വികൃതി ഉണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി അങ്ങനെ ചിന്തിക്കേണ്ട ചില സമയത്ത് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായി ഒരു സ്ഥലത്ത് കയറുമ്പോൾ അവന്റെ സമ്മതം വാങ്ങിയിട്ടേ കയറാവൂ. കിട്ടിയില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് മുഖേന അറിയാം അയാൾ ഉള്ളിലുണ്ട്, എന്നിട്ട് എന്നോട് പതുക്കെ സലാം മടക്കുക, തുറക്കടാ വാതില്. ആ ചിന്താഗതിയില്ല. ഫറജ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയി. അപ്പൊ സ്വഹാബി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്, ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്ന് മടങ്ങി പോകരുത്. ഞാൻ പതുക്കെ സലാം മടക്കിയത്. അവിടുന്ന് എത്ര സലാം പറഞ്ഞാലും അവിടുന്ന് മടക്കുന്നതിനനുസരിച്ച് എനിക്ക് അവിടുത്തെ സലാം ഇങ്ങനെ കിട്ടുമല്ലോ, അപ്പൊ ഞാൻ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ചിന്താഗതിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. മഹാന്മാരിൽ നിന്ന് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് അവരെ പൊരുത്താണ്. പൊരുത്തം കിട്ടാൻ വേണ്ടി അവരെ പേരിൽ കള്ളം പറയാ, അതുണ്ടാകരുത്. അങ്ങനെ ചില ആളുകളെ വിടക്കാക്കി കളയാ. നല്ലോണം ജീവിക്കണം എന്ന് വിചാരിച്ച് കാട്ടിലും അവിടെ ഒക്കെ പോയിട്ട് നന്നായി വരണമെന്ന് വിചാരിച്ച് കുത്തിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യാ? ബഹുമാനം പറഞ്ഞ് വിടക്കാക്കി കളയാ. ഞങ്ങളെ നാദാപുരം ഭാഷയിൽ പറഞ്ഞാല് മാങ്ങ പൊക്കി അടിച്ചിട്ട് ആളാങ്ങി മോശമായി കളി. ആ സ്വഭാവക്കാരാകരുത് നമ്മൾ. അയാൾ നന്നാകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പാവം കാട്ടിൽ പോവുക, അല്ലെങ്കിൽ എവിടെ പോയി ഇരിക്കുക, എന്നിട്ട് നന്നാണെന്ന് വിചാരിക്കുക, എന്നിട്ട് അയാൾ എങ്ങനെങ്കിലും പൊക്കി അടിച്ചിട്ട് വിടക്കാക്കുക. ആ ചിന്താഗതി ഉണ്ടാകരുത്. എല്ലാം മുഅ്ജിസത്ത് മുഖേനയും കറാമത്ത് മുഖേനയും ഒന്നല്ല. അങ്ങനെ കറാമത്തും മുഅ്ജിസത്തും ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞു. മുഅ്ജിസത്തുണ്ട്, കറാമത്തുണ്ട്, എല്ലാ കറാമത്തും. ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞില്ലേ, കറാമത്ത് ചിലപ്പം വെളിവാകുമ്പോ ഔലിയാക്കൾക്ക് കറാമത്ത് ഇല്ലാന്നല്ലേ അയാൾ പറഞ്ഞത്. കറാമത്ത് വെളിവാകുമ്പോ ഔലിയാക്കൾക്ക് അവർ ഔറത്ത് വെളിവാകും പോലെ അവർക്ക് പ്രയാസമാണ്. കാരണം ഞാനൊരു വലിയാണ് ആളുകൾ വിചാരിച്ചിട്ട് എന്നെ ബഹുമാനിച്ചിട്ട് എന്റെ ദുനിയാവ് പോയി പോകും, എന്റെ ആഹാരം പോയി പോകുമെന്ന് പേടിച്ചിട്ട്, എന്റെ ദുനിയാവിനെ നല്ല ജീവിതം നഷ്ടപ്പെട്ടിട്ട് എന്റെ ആഹാരം പോയി പോകുമെന്ന് പേടിച്ചിട്ട് അവര് ഭയപ്പെട്ടിരുന്നു എന്നാ എന്റെ കറാമത്ത് കാണരുത്. പോകട്ടെ, അതാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ, ഔലിയാക്കള്. ഇപ്പൊ അതിനെ മൈലിയാർക്ക് വല്ലാതെ കഷ്ടപ്പെട്ടിട്ട് തിരക്കിന്റെ ഇടയിലായിരുന്നു ഉസ്താദ് വന്നത്. എത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല എന്ന് സംഘാടകർ പറഞ്ഞില്ലേ, മൊയ്ലിയാർക്ക് തൃപ്തിയാവില്ല അല്ലെ? മൊയ്ലിയാർക്ക് തൃപ്തിയാവില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞിട്ട് തൃപ്തിയാകാതിരിക്കുമ്പോ അതിനെ ഒരാളെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു വിഭാഗത്തിനെ സ്വയം തന്നെ നിർമ്മിക്കുകയാണ്. എനിക്ക് വേണ്ടി വല്ലാതെ നന്ദി പറയാ, എന്താ നിങ്ങൾ എന്നാ നന്ദി പറയും എന്ന് പറഞ്ഞിട്ട് നന്ദി പറയിപ്പിക്കുകയാണ്. ഞാൻ ഇല്ലാത്തല്ല പറയുന്നത്, നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് പറയുന്നത്. ഞാൻ പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്ത് പോയി, അതിന് പോയി. ഇപ്പൊ എല്ലാം കുറ്റിയാട് സിറാജുൽ പഠിക്കുമ്പോ കുറെ മുമ്പ് അപ്പൊ അതിനേക്കാളും മോശമായി ഉണ്ടാവും ഇപ്പൊ ഞാൻ വിചാരിക്കും. അള്ളാഹു നമ്മളെല്ലാം നന്നാക്കി തരട്ടെ. എന്നെ പോലത്തെ വേദിന്റെ ഫീൽഡിൽ ഇറങ്ങിയിട്ടായിരിക്കാം ലോകം ഇങ്ങനെ ആയിപ്പോയി. അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ. വേദിന് പോയപ്പോ അവിടെയുള്ള സംഘാടകര് എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോ എന്നെ കൈപിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, നാളെ നിങ്ങൾ എന്നെ വരുമോന്ന് ചോദിച്ചു. നാളെ സാഹിത്യോത്സവമായ വകയിലല്ല കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, കൈപിടിച്ചിട്ട് എന്റെ വേദ നന്നായ വകയിലായിരിക്കും, ഇവർ എന്ത് വകയിലാ ഇത് പറഞ്ഞിട്ടുണ്ടാകുക? ഞാൻ കൈപിടിച്ചിട്ട് എന്തേ നാളെ എന്താ പരിപാടി? നാളെ ഒരു മൊയ്ലിയാര് വരണമായിരുന്നു, അയാൾ വരണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്റെ ആ മൊയ്ലിയാര് നോട്ടീസിൽ ഫോട്ടോ വെക്കുമ്പോ കുറച്ച് പഴയത് വെച്ചു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇയാളെ പുതിയ ഫോട്ടോ ഉണ്ട്, അതിന്റെ പേരിൽ അയാൾ ഇനിയൊന്നും ഞങ്ങളെ പറയാൻ ബാക്കിയില്ല. ഒരു സംഘാടകർ പറഞ്ഞതാ ഞാൻ പറയുന്നത്. ഇനി ഞങ്ങളൊന്നും പറയാൻ ബാക്കി വെച്ചിട്ടില്ല. അയാൾക്ക് പറയാൻ പറ്റുന്ന എല്ലാ ലഫ്ലുകളും അയാൾ പറഞ്ഞിട്ടുണ്ട്. തെറിയാതെ വിളിച്ചില്ല, അയാൾ മൊയ്ലിയാരല്ലേ. അതുകൊണ്ട് പറയാനാകുന്നതിന്റെ പരമാവധി അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ അയാൾ ആകുന്ന പണിയെടുത്തിട്ടുണ്ട്. അയാൾ ഏതായാലും ഞങ്ങൾക്ക് വേദ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേദ കേൾക്കണം എന്നില്ല. നിങ്ങൾ എന്നാ നാളെ വന്നാൽ നിങ്ങളൊന്ന് സഹായിക്കും. എനിക്ക് നാളെ പറ്റൂല, എനിക്ക് സിറാജ് ക്ലാസ്സിലുള്ള സമയം വരൂല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ രൂപത്തിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്കൊക്കെയും എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളാകണം, എന്തൊക്കെയോ ഒരു പുകമറകൾ സൃഷ്ടിച്ച് നമ്മളായി തിരഞ്ഞെടുക്കുന്ന ഒരു വിഭാഗം നമ്മളെ പൊക്കിയടിക്കാൻ ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന കോലത്തിലേക്കും രൂപത്തിലേക്കും കാലം മാറിപ്പോയി. എന്തിലധികം പറയാനാണ്? മൊയ്ലിയാര വേദ കേട്ടിട്ട് ഭർത്താവ് പറയും പോലെ കേൾക്കുന്നില്ല. അതിന്റെ വേദാന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എങ്ങനെ ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ ആകാനല്ലേ വേദ? വേദ കേൾക്കാൻ വേണ്ടിയിട്ട് മൊയ്ലിയാര സദസ്സിൽ ഇരുന്നപ്പോ പെണ്ണായതോ? ഭർത്താവ് വിളിച്ച കേട്ടിട്ടില്ല, ഭർത്താവ് ഫോണിൽ വിളിക്കുമ്പോ കട്ടാക്കാണ്. കാരണം മൊയ്ലിയാര വേദക്കല്ലേ. എന്ത് വേദായി കേൾക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആ വേദ കൊണ്ടുള്ള ഫലം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചോ അങ്ങനെ ഏതെങ്കിലും ആളുകളെ കുറിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ പറയും. നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ നിങ്ങളും പഠിച്ചോനും തമ്മിലാക്കാൻ ഞാൻ അതിനില്ല. ഞാൻ പറഞ്ഞത് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ട്രെൻഡുകളെ പിന്നാലെ പോയി ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാലം. അങ്ങനെ എല്ലാവരും
ബഹുമാനിക്കപ്പെടണം, എല്ലാവരിലും ഞാനൊരു ആദരിക്കപ്പെടുന്നവനാകണം എന്ന് ആഗ്രഹിക്കുന്നിടത്തേക്ക് ലോകം മാറിപ്പോയി. അങ്ങനെ ആകുമ്പോഴാണ് ലോകം തീരെ മോശമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാട് വരുമ്പോൾ ഉലമാഉക്കും, നിങ്ങളെ പണ്ഡിതന്മാരുണ്ടല്ലോ, നിങ്ങളെ ആലിമീങ്ങളുണ്ടല്ലോ, അതേ ഭൂമി ലോകത്ത് ഏറ്റവും നാശം പിടിച്ചവരാകുമ്പോഴാണ് നിങ്ങളെ കൂട്ടത്തിലുള്ള മുതലാളിമാരില്ലേ, അവര് ലോകത്ത് ഏറ്റവും നാശം പിടിച്ച മുതലാളിമാരാകുമ്പോഴാണ് ഖിയാമത്ത് നാട് സംഭവിക്കുന്നത്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമ്മളെയാണ് ട്രീറ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ നമ്മളെ നന്നാക്കി എടുക്കണം. ആരെയും വേദനിപ്പിക്കാത്ത ജീവിതം സമ്പാദിച്ചെടുക്കണം.